ഇന്നലെ നമ്മുടെ യമുന ചേച്ചി നൈറ്റ് റൂം മാറി കിടന്നു. അതില് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യമുന ചേച്ചിയെ തെറ്റിദ്ധരിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. യമുന ചേച്ചിയുടെ റൂമിലാണ് ജാസ്മിൻ കിടക്കുന്നത്. അപ്പോ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റപ്പോ അവര് രണ്ടുപേരും ഗബ്രി ജാസ്മിന്റെ ബെഡിലിരിക്കണം. അപ്പൊ പെട്ടെന്ന് കണ്ട് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് അവര് തെറ്റിദ്ധരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കണ്ടസ്റ്റൻസ് എല്ലാവരും നമ്മുടെ ജബ്രിയെ ലവേഴ്സ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ മേലായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഫ്രണ്ട്ലി മാനറായിട്ട് തോന്നാത്തതുകൊണ്ട് തന്നെ ആൾക്കതൊരു ഡിസ്കംഫർട്ടായി. ഗബ്രി പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് യമുന ചേച്ചി കൊടുക്കുന്നുണ്ടെങ്കിൽ ആശാത്തിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ആശാത്തി നേരെ നമ്മുടെ ഋഷിയുടെ റൂമിലോട്ട് പോയിട്ട്, മുടിയന്റെ റൂമിലോട്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, ഗബ്രി ഇങ്ങനെ അടുത്തിരിക്കുന്നു, എന്തൊക്കെയാണാവോ നടക്കുന്നത് എന്നുള്ള ഒരു ടോക്ക് അവിടെ വന്നു. അപ്പം നമ്മുടെ മുടിയൻ പറയുന്നുണ്ട്, അവർ തമ്മിൽ പലതും നടക്കുന്നുണ്ട് ചേച്ചി, അതൊക്കെ കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ അതൊക്കെ ഇപ്പം മൈൻഡ് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ലവേഴ്സ്. അപ്പോൾ അവര് പേഴ്സണൽ ടോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ബിഗ് ബോസ് പോലും കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉള്ളിൽ എലി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എലിയെ കൊല്ലാനുള്ള മരുന്നൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി എലി അല്ലായിരുന്നു. നമ്മുടെ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് കോണ്ടാക്കാനായിട്ട് ഉമ്മയൊക്കെ വയ്ക്കുമ്പോൾ എലിയാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ ബിഗ് ബോസ് വരെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസ് ആയ യമുന റാണിയും മുടിയനും തെറ്റിദ്ധരിക്കുന്നതിൽ ഒരു തെറ്റും തോന്നില്ല. എന്ത് തന്നെയാണെങ്കിലും രാത്രി കൂടുതൽ അവർ ഉറക്കം കളയുന്ന രീതിയിലായി ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്. എന്താ അവസ്ഥ അല്ലേ?